ഉണ്ടായി നമ്മൾ തമ്മിലേക്ക് സ്വാഗതം. വ്യവസായ പ്രമുഖനായിരുന്ന രാജൻപിള്ള കസ്റ്റഡിയിൽ മരിച്ചിട്ട് ജൂലൈ 7-ന് 3 കൊല്ലം തികയാണ്. അടിയന്തരമായ വൈദ്യചികിത്സ ലഭിക്കാത്ത മൂലം 3 കൊല്ലങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം ഉണ്ടായത്. രാജൻപിള്ളയുടെ മരണം ഒരു നടുക്കത്തോടെ മാത്രമേ മലയാളിക്ക് ഓർമ്മിക്കാൻ കഴിയൂ. ഈ അടുത്ത കാലത്താണ് ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി ഇന്ത്യയിലെ കസ്റ്റഡി മരണങ്ങൾ കൂടുന്നു എന്ന് പരാതിപ്പെട്ടത്. കേരളത്തിലും കസ്റ്റഡി മരണങ്ങൾ കൂടുന്നു എന്നാണ് റിപ്പോർട്ട്. കസ്റ്റഡി മരണങ്ങളുടെ കാണാച്ചരടിലേക്കാണ് ഈ ഷോ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് മനുഷ്യാവകാശ പ്രവർത്തകനായ മുകുന്ദൻ സി മേനോൻ, വനിതാ കമ്മീഷൻ ഡയറക്ടറായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS, ചേർത്തലയിൽ കൊല്ലപ്പെട്ട ഗോപിയുടെ മാതാവ് ജാനകി, കൊല്ലത്തെ കശുവണ്ടി വ്യവസായിയായിരുന്ന രാജൻപിള്ളയുടെ സഹോദരൻ J. രാജ്മോഹൻ പിള്ളൈ, അദ്ദേഹത്തിന്റെ നിയമോപദേഷ്ടാവ് KV ജോൺസൺ എന്നിവർ. രാജ്മോഹൻ, ഈ ശരിക്കും രാജൻപിള്ളയ്ക്ക് സമയത്ത് വൈദ്യചികിത്സ കിട്ടിയിരുന്നെങ്കിൽ രാജൻപിള്ള മരിക്കില്ല എന്ന് വിശ്വാസിക്കുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് കൊല്ലക്കാർക്കിടയിലെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു ധാരണ നിങ്ങളും വെച്ച് വളർന്നുണ്ടോ? ഉണ്ട്. അത് ആദ്യമേ തന്നെ ജഡ്ജിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ലിവർ സിറോസിസ് ഉണ്ട്, അതിന് ട്രീറ്റ്മെന്റ് തരണം എന്ന്. അത് അപ്പോസ് ചെയ്തത് CBI ആണ്. എന്റെ രീതിയില് നൈദർ ദി ജഡ്ജ് നോർ ദി CBI ക്യാൻ ഡിസൈഡ് ഒരാൾക്ക് ലിവർ സിറോസിസ് ഉണ്ടോ ഇല്ലയോ എന്ന്. അഥവാ അവർക്ക് അന്വേഷിക്കണമായിരുന്നെങ്കിൽ ഒരു ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമേ ഉള്ളായിരുന്നു. ഞങ്ങളാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫ്രം സിംഗപ്പൂരും പ്രൊഡ്യൂസ് ചെയ്ത് എസ്കോട്ട് ഹോസ്പിറ്റലിലും പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. എസ്കോട്ട് ഹോസ്പിറ്റൽ ഡൽഹി തന്നെ ആയിരുന്നു. അത് ഒന്ന് ഫോൺ വിളിച്ച് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അവർക്ക് ഒരു പേര് വെച്ചിട്ട് ഫോൺ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ അവർ കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. എന്റെ നെക്സ്റ്റ് ഡേ രാജന്റെ കാലെല്ലാം വലുതാവാൻ തുടങ്ങി. അത് പാർട്ട് ഓഫ് ഈ ലിവർ വർക്ക് ചെയ്യാത്തതിന്റെ ഇതുവാ. അത് ഡൽഹിയിലപ്പം ടെമ്പറേച്ചർ എല്ലാം 42-43 ഡിഗ്രി സെന്റിഗ്രേഡ് ആയി കഴിഞ്ഞായിരുന്നു. അപ്പൊ അതെല്ലാം അഗ്രിവേറ്റ് ചെയ്യും. ഈവൻ ടെൻഷൻ അഗ്രിവേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. ആ സിറ്റുവേഷൻ വന്ന് നെക്സ്റ്റ് ഡേ വന്ന് പറഞ്ഞപ്പോഴും ഈവൻ ദി ജഡ്ജ് പറഞ്ഞു, ഐ വിൽ നോട്ട് ഈവൻ ലുക്ക് അറ്റ് യുവർ ബോഡി, ദാറ്റ് ഇസ് നോട്ട് അപ് ടു മീ ടു ലുക്ക് ഇൻ ടു. എന്നിട്ടും he is taken back to the hospital and no medicines are given. Third and fourth day nobody is looking into the medical problem. The jailil nobody is preparing. Jail doctors under doctors paper വായിക്കുന്നുണ്ട്. What is the claim for the disease എന്ന് പറയുന്നുണ്ട്. അത് അവര് ഒന്ന് ചെക്ക് ചെയ്യുന്നില്ല. എന്നാ ഒരു പ്രോബ്ലം വന്നപ്പോ അവർക്കൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് they are not at all prepared. And when he is taken to the DDU hospital, അവിടെ nobody knows what is the case history of such a widely publicized case. ഇതിപ്പം സാധാരണ ഒരാളുടെ ആണെങ്കിൽ nobody would know അതൊരു തെറ്റ് പറ്റിയെന്ന് പറയാം. ഇതാണെങ്കിൽ ഫ്രം ദി വെരി ബിഗിനിങ് എല്ലാവർക്കും ഫ്രം ദി വെരി ബിഗിനിങ് ഒരാളുടെ പേര് മാത്രം കുറെ സ്ഥലത്ത് തെറ്റുപറ്റിയോണ്ട് ഈ കോൺസ്പിറസി തിയറി എന്നുകൊണ്ട് വരുന്നത്. അടിസ്ഥാനപരമായ നീതി ലഭിച്ചില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. വെരി മച്ച്. രാജൻപിള്ളയ്ക്ക് ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഭീകരമായി മരിക്കില്ലായിരുന്നു എന്ന് പറയുന്ന വാദഗതിയെ കുറിച്ച് അങ്ങ് ഒരു നിയമോപദേശാവുന്നതിൽ എന്ത് പറയും? തീർച്ചയായുമാണ്. കാരണം 4/4/95 വെളുപ്പിലെ 1 മണിക്കാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്, സിബി അറസ്റ്റ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ പുള്ളി പരാതി പറഞ്ഞിരുന്നു, സുഖമില്ല, കാലിന്റെ നീര്, ഒരുപാട് വെള്ളം കുടിക്കുക, ഈ പിന്നെ മരമായ അസുഖത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ട് 7-ാം തീയതി മരിക്കുന്നതിന്റെ അന്ന് രാത്രി 6:30 മണിക്കാണ് ആദ്യമായിട്ട് ദീൻദയാൽ ഉപാധ്യായ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഉപാധ്യായ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. തന്നെ ഈ കൊണ്ടുപോയപ്പോ തന്നെ ഈ ജയിലിലെ ഡോക്ടർമാരും ഈ പ്രീവിയസ് ഹിസ്റ്ററി ഒന്നും മറ്റേ ഡോക്ടർമാരടുത്ത് പറഞ്ഞിട്ടില്ല. അവരത് ഡയഗ്നോസിസ് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് 8-8:30 രോഗി മരിക്കുകയും ചെയ്തു. ജയിലിലെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പനിക്കുള്ള ചില ടാബ്ലറ്റ്സ്, പിന്നെ ഡയസപ്പം ടാബ്ലറ്റ്, പിന്നെ ജലൂസിൽ, ഇതൊക്കെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. രോഗം യഥാസമയം കണ്ടുപിടിച്ചിരുന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ ഒഴിവാക്കാമായിരുന്നു. രാജൻപിള്ള മരിച്ച തിഹാർ ജയിലിനെ കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാനവിടെ സന്ദർശിച്ചിരുന്നു, ഞാനവിടെ കടന്നിട്ടുണ്ട്. എമർജൻസി പീരീഡിൽ മിസ് ഡെറ്റിന് എന്നുള്ള നിലയ്ക്ക് അതിനുശേഷം ജനതാ പാർട്ടി ഗവൺമെന്റ് കാലത്ത് ഒരു ജയിൽ റിഫോം കമ്മിറ്റി ഉണ്ടാക്കി. ജസ്റ്റിസ് ചാർക്കുണ്ടയുടെ പേരിൽ അതിൽ ഞാൻ മെമ്പറായിരുന്നു. അപ്പോൾ ഒഫീഷ്യലായിട്ടും തിഹാർ ജയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തിഹാർ ജയിലിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ടൊരു കബര ഡാൻസ് കാണുന്നത്. ജയിലിനകത്തും എമർജൻസി പീരീഡ്, അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ കുത്തിഘോഷിപ്പിക്കപ്പെട്ട എമർജൻസി പീരീഡിന്റെ ആ ഡിസിപ്ലിൻഡ് പീരീഡിലാണ് തിഹാർ ജയിലിന്റെ അകത്ത് കബര ഡാൻസ് ഞാൻ അവസാനമായിട്ടുണ്ടാകും. പിന്നെ നമ്മുടെ ചാൾസ് ഓബ്ല, അയാൾ അവിടെ വാണേരുന്ന എഫക്റ്റിംഗ് ഒരു രാജാവ് എന്നുള്ളത്.
ആ തീഹാർ ജയിലിൽ രാജൻ പിള്ളയെ പോലെയുള്ള ഒരാള് ഇങ്ങനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ഞാനാണ്. കാരണം എന്താ വെച്ചെങ്കിൽ എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും യു ക്യാൻ പർച്ചേസ് എനിത്തിങ്. അപ്പോ ഇത് വളരെ ഭീകരമായിട്ടുള്ള സംഭവമാണ്. അപ്പൊ അവിടെ ഞാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ മറ്റു ചില ആംഗിളുകൾ, ഒരു പക്ഷേ രാജൻ പിള്ള മലയാളി ആയില്ലായിരുന്നു ശരി ഇന്നും ജീവിച്ചിരിക്കുന്നത്. കേരളത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ചുള്ള മരണമാണോ കൂടുതൽ, അതോ പോലീസ് കസ്റ്റഡിയിൽ വെച്ചുള്ള മരണമാണോ? ഇപ്പൊ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വെച്ചിട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ 11 ജുഡീഷ്യൽ ഡെത്ത്, 8 പോലീസ് കസ്റ്റഡി. കേരളത്തെ സംബന്ധിച്ച് കണക്ക് തെറ്റാണ്. 75 മുതൽ 88 വരെ കസ്റ്റോഡിയൽ ഡെത്ത് ഉണ്ടായിരുന്നു. 89 ശേഷം ഇത്രയും കാലമായിട്ട് 6 മരണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനകത്ത് 95 ഒറ്റ മരണം ഉണ്ടായില്ല, 97 ഒറ്റ മരണം ഉണ്ടായില്ല, 98 ഇതുവരെ ഒരു മരണം ഉണ്ടായിട്ടില്ല, 96 മാത്രമാണ് 4 മരണം ഉണ്ടായത്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നില്ല. ആ റിപ്പോർട്ടിൽ കേരള പോലീസിനെ സുസ്ഥിരമായി പുകഴ്ത്തിയിരിക്കുകയാണ്. കസ്റ്റോഡിയൽ ഡെത്ത് ഇല്ലാത്തൊരു പോലീസിനെ കേരള പോലീസ് വന്നുള്ളത്. 96 4 കസ്റ്റോഡിയൽ ഡെത്ത് ഉണ്ടായി. 2 മന്ത്രിസഭകൾ ഭരിച്ച വർഷമായിരുന്നു. അതിൽ 2 എണ്ണം ഹാർട്ട് അറ്റാക്കും 1 എണ്ണം സൂയിസൈഡുമാണെന്ന് അന്വേഷണ റിപ്പോർട്ട് തീർന്നു. 4ാമത്തെ ഒരു കേസിൽ മാത്രമേ തർക്കമുള്ളൂ. കസ്റ്റോഡിയ ഡെത്ത് ഉണ്ടായ റിപ്പോർട്ട്, അത് പോലീസ് സർജൻസ് അല്ല, അന്വേഷണം കഴിഞ്ഞാണ്. ഒരെണ്ണത്തിനകത്ത് കേരളത്തിന്റെ ആഭ്യന്തര സെക്രട്ടറി തന്നെയാണ് അന്വേഷിച്ചത്. അതിനകത്ത് ആ കേസിൽ മാത്രം 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ ആഭ്യന്തര സെക്രട്ടറി അല്ലേ. കേരളത്തിൽ ജുഡീഷ്യൽ എൻക്വയറിയുടെ കാര്യം ഞങ്ങൾ പറയുന്നത്. കേരളത്തിൽ കസ്റ്റഡി ജുഡീഷ്യൽ എൻക്വയറി 9 ശേഷം കുറഞ്ഞു, 94 ശേഷം ഓൾമോസ്റ്റ് നിൽ എന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ 3 വർഷത്തെ. ഇവ ഈ ദേശീയ മനുഷ്യാവകാശ സംഘടന നടത്തിയ അന്വേഷണം തെറ്റാണെന്ന് സാറിന് പറയാൻ പറ്റൂ? സംഘടനയല്ല, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്മീഷനാണ്. കസ്റ്റോഡിയൽ ഡെത്ത് ഞങ്ങളുടെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയില്ലേ. സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ് കസ്റ്റോഡിയൽ ഡെത്തിനെ പറ്റിയുള്ള വ്യക്തമായ കണക്ക് ഓരോ വർഷവും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ആകെ എത്ര ഡെത്ത് ഉണ്ടോ, ഓരോ സംസ്ഥാനത്ത് ഡെത്തുണ്ടെന്ന്. ആ ഡെത്ത് അനുസരിച്ച് കണക്കുണ്ട്. അതിനകത്ത് കേരളത്തിൽ പ്രതി രോഗിയാണെന്നുണ്ടെങ്കിൽ ആ പ്രതിക്ക് കോടതി ആ പ്രതിയെ അർഹിക്കുന്ന ചികിത്സ അനുവദിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്തുകൊണ്ട് കോടതി ആ ചികിത്സയ്ക്കുള്ള അനുമതി നൽകിയില്ല? പോലീസ് തന്നെ ഇത് അവോയ്ഡ് ചെയ്തത്. അവര് പറഞ്ഞു രാജൻ പിള്ളയ്ക്ക് മെഡിക്കൽ ഒരു പ്രോബ്ലം ഇല്ല, അത് അവോയ്ഡ് ചെയ്യണമെന്ന്, എന്തായാലും ജയിലിൽ പോകണമെന്ന്. CBI പാർട്ട് ഓഫ് പോലീസ്. അതെനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. എസ്കോട്ട് ഹോസ്പിറ്റൽ ഡൽഹിയിൽ ക്ലോസ് ചെയ്തതിനു ശേഷം ഈ മജിസ്ട്രേറ്റ് ഇറക്കിയ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞതാണ് ഈ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തെറ്റിദ്ധരിക്കുകയായിരുന്നു. റിമാൻഡ് വാറന്റിനോടൊപ്പം ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ജയിലിലേക്ക് അയച്ചിരുന്നു. ടു ബി ഹാൻഡ് ഓവർ ടു ജയിൽ ഹോസ്പിറ്റലിലെ RMOക്ക് അയക്കാനായിട്ട്. ഇപ്പോൾ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ട മീരാസി കമ്മീഷൻ പറയുന്നത് ഈ അസിസ്റ്റന്റ് ജയിലർ അത് തടവുപുള്ളികളെ എസ്കോർട്ട് ചെയ്ത് കൊണ്ടുപോയ 3 വാർഡർമാർ റെയിൽ കൊടുത്തയച്ചു RMOക്കെന്നാണ് പറയുന്നത്. RMO പറയുന്നത് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല, ഈ വാർഡർമാരും പറയുന്നത് അങ്ങനെ കിട്ടിയിട്ടില്ല. സോ മജിസ്ട്രേറ്റിന്റെ ആ റിക്വസ്റ്റ്, ആ കോൺഫിഡൻഷ്യൽ ലെറ്റർ, അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല മജിസ്ട്രേറ്റ് വാസ് ടോട്ടലി കെപ്റ്റ് ഇൻ ദ ഡാർക്ക്. ഈ കുട്ടി പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, എന്തിനാ പോലീസ് ഒരു ആൾക്ക് അസുഖം എന്ന് പറയുമ്പോൾ വൈ ഷുഡ് ദേ അവോയ്ഡ് that he should be checked up for the hospital? എസ്കോട്ട് ഹോസ്പിറ്റൽ ഡൽഹി തന്നെ ഉണ്ട്. അവർക്ക് ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും ഇദ്ദേഹത്തിന് അസുഖമാണോ അല്ലയോ. അതോറിറ്റി No. CBI, which is part of the police, told the magistrate that he does not have any kind of problem. അത് എനിക്ക് ലീഗൽ അഡ്വൈസർക്കെതിരെ ഇത് പരാമർശം ഉണ്ടാകും. ഇത് തിഹാർ ജയിലിലെ ഏറ്റവും വലിയൊരു ഫേമസ് രാജൻ പിള്ളയുടെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ പറയണം, ഞാൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയുള്ള നാഗർവാല എങ്ങനെയാണ് മരിച്ചത്. 60 ലക്ഷം ഫ്രോഡ് കേസിന്റെ 1972 ഹൈലി കോൺട്രവേഴ്ഷ്യൽ കേസാണ്. ഹൈലി കോൺട്രവേഴ്ഷ്യൽ അല്ല, ഹി വാസ് കിൽഡ്, നോ പോയിസൺ. തിഹാർ ജയിലിന്റെ ഉള്ളിൽ നടത്താം. നാഗർവാല വാസ് കിൽഡ് ബൈ ദ വെരി റൂൾ. ഇത് ഹൈലി കോൺട്രവേഴ്ഷ്യൽ എന്നല്ല, യാതൊരു കോൺട്രവേഴ്ഷ്യൽ ഇല്ല, വളരെ പ്ലെയിൻ ഫാക്ടുകളാക്കി. അങ്ങനെയാണ് നാഗർവാല വന്നത്. ആ നാഗർവാല എപ്പിസോഡിലുണ്ടായിരുന്ന സകല ആൾക്കാരും എലിമിനേറ്റ് ചെയ്തത്. നോ പോയിസൺ,
നാഗർവാല ഉള്ളില് പോലീസ് ഓഫീസേഴ്സിന് ഔട്ട്സൈഡിലാണ് അന്നത്തെ ഭരണാധികാരി. രാജനന്റെ ഡെത്തില് നമുക്കാണെങ്കിൽ വേറെ ആരുടെ വൈരാഗ്യം കാണിക്കാനല്ല ഇമ്പോർട്ടന്റ്, ഇത് വേറെ ആർക്കും ഇനിയും പറ്റില്ല. എന്തായാലും ഇനി രാജനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പറ്റത്തില്ല. ദിസ് ഷുഡ് നെവർ ഹാപ്പൻ ടു എനിബഡി. അതിന് മാത്രമാണ് ഞങ്ങൾ ഇത് പ്രൊസീഡ് ചെയ്യുന്നത്, ടു ഗെറ്റ് ജസ്റ്റിസ്. ഇത് ലീലസ്റ്റേറ്റ് കമ്മീഷനിൽ തന്നെ ഇപ്പം ഒരു റിപ്പോർട്ട്, പാർട്ട് ഓഫ് ദി റിപ്പോർട്ട് ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതിനി ഷുഡ് ബി ഇംപ്ലിമെന്റഡ്. അതിന്റെ ഒരു ലാർജർ ഇൻവെസ്റ്റിഗേഷൻ വന്നിട്ട് ഇറ്റ് ഷുഡ് നെവർ ഹാപ്പൻ അഗൈൻ. ഇങ്ങനത്തെ ഒരു അമ്മ എനിക്ക് കാണുന്ന, എനിക്ക് എന്റെ അമ്മയ്ക്കും വെൻ ത്രൂ ദി സെയിം സിസ്റ്റം. അത് ഇറ്റ് ഷുഡ് നെവർ ഹാപ്പൻ അഗൈൻ.